ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്രാഫ്റ്റ് പേപ്പർ വെച്ച് എങ്ങനെ താമരപ്പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് A4 ഷീറ്റ് പേപ്പറാണ്. അതിനുശേഷം ഇത് മൂന്നായിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കണം. അതൊന്ന് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഇതേപോലെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് നമുക്കൊരു PVC പൈപ്പിൻ്റെ കഷ്ണമാണ്. അത് വെച്ചാണ് നമ്മൾ പൂവിൻ്റെ ഇതളുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഫെവിക്കോളും വേണം. അത് ഇതിനകത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ചരിച്ച്. ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് ഇതേപോലെ 24 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനകത്തേക്കാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് എല്ലാം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ പേന കൊണ്ട് 2 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ഹോൾ ഉണ്ടാക്കണം ഇതേപോലെ. അതിനുശേഷം ഒരു അലൂമിനിയം കമ്പി എടുത്തിട്ടുണ്ട്. അത് ഈ ഹോളിലേക്ക് ഇറക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് പിരിച്ചു കൊടുക്കുകയും വേണം. ഒരു ബ്രൗൺ കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പീസാണ് വേണ്ടത്. അത് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇതാണ് നമ്മൾ തണ്ടായിട്ട് എടുക്കുന്നത്. ഇതേപോലെ ചുരുട്ടി കൊടുത്തതിന് ശേഷം ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതേപോലെ കമ്പിയുടെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ച് ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതും ഇതേപോലെ കമ്പിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതവിടെ ടൈറ്റായി ഇരുന്നോളും. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് വെക്കാനായിട്ട് ഇവിടെ വോളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ചെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പശ തേച്ചിട്ട് അതിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇലയാണ് ഉണ്ടാക്കാനുള്ളത്. അത് ഇതേപോലെ വട്ടത്തിലുള്ളൊരു പേപ്പർ മുറിച്ചെടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു തണ്ട് വെച്ച് കൊടുക്കണം. ഇതേപോലെ ചുരുട്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ. എന്നിട്ട് കുറച്ച് പശ തേച്ചിട്ട് ഇതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി അലുമിനിയം കമ്പി ഇതിലേക്കൊന്ന് ഇറക്കി കൊടുക്കണം. അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതൊന്ന് വളച്ചു കൊടുക്കുകയും വേണം. ഇപ്പം നമ്മുടെ പൂവും ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള താമരപ്പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.